ഞാനിപ്പോൾ നിൽക്കുന്നത് കോമണപുരത്താണ്. ആ കാണുന്ന ചേട്ടൻ്റെ ബിരിയാണി കടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. സാധാരണ ബിരിയാണിയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയൊക്കെയല്ലേ കൊടുക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് രീതിയിലാണ് കൊടുക്കുന്നത്. ഇതെന്താണ് ഇതിൻ്റെ കാരണവും നമുക്ക് ചോദിക്കാം. ചേട്ടാ ഇതെന്താ ഇങ്ങനെ ബിരിയാണി വിൽക്കുന്നത്? സാധാരണ നമ്മൾ ഇവിടെ കൊണ്ടുവന്നല്ലേ വിളമ്പി വിൽക്കുന്നത്. ഇതിപ്പോൾ കൊണ്ടുവന്ന മറ്റേ അലുമിനിയം പേപ്പറിൽ കൊടുക്കുവാണല്ലേ? ഇതിങ്ങനെ പാക്കറ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് വരെ നമ്മൾ വിളമ്പി കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. ഇവിടെ ത്രാസ് കൊണ്ടുവന്ന് കിലോ പറയുന്നവർക്ക് കിലോയും സാധാ ബിരിയാണി പറയുമ്പോൾ സാധാരണയായിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹെൽത്തിൽ നിന്ന് ആർക്കും ഫുഡിൻ്റെ ഒരു പ്രശ്നം വന്നതിന് ശേഷം നമുക്ക് ഹെൽത്തിൽ നിന്നുള്ള ഓർഡറാണ് പൊതുസ്ഥലത്ത് വെച്ച് ഭക്ഷണം ഇങ്ങനെ കൊടുക്കരുതെന്നുള്ളത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഇവിടെ നമുക്ക് പറഞ്ഞു. നമ്മളിപ്പം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷമാണ്. നമുക്ക് അത്യാവശ്യം 10 കിലോ അരിയുടെ ബിരിയാണി ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ സ്ഥിരം കസ്റ്റമർ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഒരു 11:30-11:45 ഞാനിവിടെ വരും. ഒരു 1:30-2 മണിയാകുമ്പോൾ ഞങ്ങൾ തീർത്ത് പോകും. ഇത് ഈ പാത്രം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂട് ഒരു 3-4 മണിക്കൂർ വരെ നമ്മൾ രാവിലെ എടുത്ത് വെക്കുന്ന ചൂട് എത്രയുണ്ടോ ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ കഴിക്കുന്നവർക്ക് ഒരു ഫ്രഷായിട്ട് കഴിക്കാനുള്ളൊരു തണുത്ത് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ആ ക്വാളിറ്റി നഷ്ടം. അല്ല ഈ ഒരു ഇത് വന്നേ പിന്നെ ഇങ്ങനെ ആക്കി. അതിന് മുമ്പ് ഇവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നല്ലോ. വിളമ്പി ഇവിടെ ഇരുന്ന് കഴിക്കും. ഇവിടെ വിളമ്പി കൊടുക്കാനും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കണ്ടോ ഇപ്പൊ ഇത്ര ആളെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു 3 മാസം 4 മാസം. അപ്പം മൊത്തത്തിൽ ഇതിന്റെ ഒരു പ്രശ്നമാണല്ലേ വഴിയോര കച്ചവടത്തിന്? പൊതുവെ ഒരു പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെതുണ്ട്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ച് പേര് കച്ചവടക്കാർ ഇങ്ങനെ നിന്ന് പോകുന്നത്. അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം തരണം ചെയ്ത് പോകും. പിന്നെ അവർ പറഞ്ഞ പേപ്പറുകൾ, ഹെൽത്തിൻ്റെ പേപ്പറും ആരോഗ്യ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞ് അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ പുതിയതായിട്ട് 2ാമത് തുടങ്ങിയത്. അതിനുമുമ്പ് അതിലേക്ക് തുടങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എത്ര മണിക്കായിരുന്നു ഇവിടെ കച്ചവടത്തിന് വരും? ഒരു 11:30-11:45 വരും. എത്ര മണി വരെ ഇവിടെ നിൽക്കും? അത് തീരുന്ന എത്ര മണിക്കാണോ അത്ര മണിക്കാണ് മതി. എനിക്ക് ഏകദേശം ഒരു 2 മണി 2:30 മുമ്പായിട്ട് തീരും. അല്ല ഈ ബിരിയാണിയുടെ ഈ പരിപാടി മാത്രമാണോ അതോ വേറെ നമുക്ക് കാറ്ററിങ്ങിൻ്റെ വർക്കുണ്ട്. ഇപ്പം അതൊക്കെ പോയി ചെയ്ത് കൊടുക്കും. ശനി ഞായറും ഒക്കെ നമുക്ക് മിക്കവാറും കട തുറക്കാറുണ്ട്. ഇവിടെ ചേട്ടനെ വിളിച്ചാൽ അത് പോയി ചെയ്ത് കൊടുക്കും. ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് പറയുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ കാറ്ററിംഗ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ചെല്ലും, പണ്ടല്ല ഇപ്പോഴും അവിടുന്ന് ചില കടകളിലൊക്കെ വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെ നമുക്ക് വിളമ്പി തരുവാണ്. റോഡേ ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലെന്നേ ഉള്ളൂ. റോഡേ ഇരുന്ന് നമുക്ക് വിളമ്പി തരുന്ന ഇതാണ്. അപ്പോൾ ഇതൊരു അപൂർവമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് എന്താണ് ചോദിച്ചതാണ്. ഇത് അപൂർവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ തുറക്കുന്ന സ്ഥാനത്ത് നമ്മളിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ കറക്റ്റ് ബിരിയാണി ജില്ലയിൽ വെച്ച് കഴിയുമ്പോൾ ഹെൽത്തിലെ ഒരു സാറ് ചോദിച്ചത് അങ്ങനെയല്ല. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു 100 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അവർക്ക് ആർക്കും മാസ്ക് ഇല്ല. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള സമയത്തല്ലേ അന്നേരത്തേക്കും. പിന്നെ അതന്നേരം അവർ മാസ്ക് വെക്കാത്തത് കൊണ്ട് ആ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരിത് അതിലുണ്ടാകും. അതന്നേരം പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് കഴിവതും പാക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് നല്ല തൃപ്തികരമായിട്ട് തന്നെ തോന്നിയത് കൊണ്ട് അതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി കൊടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ പാക്കറ്റാക്കി പോയെങ്കിൽ എനിക്ക് പെട്ടെന്ന് തീരും, 2 മണിക്ക് മുമ്പായിട്ട് തീരും. പക്ഷെ എന്നാലും ഇപ്പോൾ പൊതുവരെ കച്ചവടമൊക്കെ ഇറങ്ങുമ്പോൾ, കാരണം ഒരു മേഖലയിലായിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോൾ അതും ഒരു ഇതായിട്ട് വന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം റോഡ് സൈഡിലൊക്കെ അത്ര ഗതിയിടുമ്പോഴാണ് ഒരു മനുഷ്യരൊരു ജോലിക്ക് വേണ്ടി വന്ന് നിൽക്കുന്നത്. അതാരും ശ്രദ്ധിക്കാറില്ലല്ലോ. അതാണ് മെയിൻ കാര്യം. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു ചുരുക്കമാണല്ലോ. അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു നിൽക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും ആരും നോക്കാറില്ല. വഴിയോര കച്ചവടക്കാരൻ എത്ര സമയം ഇരിക്കുന്നു, മഴയത്തിരിക്കുന്നുണ്ടോ, വെയിലത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തീരുന്നുണ്ടോ, നഷ്ടമാണോ ലാഭമാണോ എന്ന് റോഡേ പോണവർക്ക് നോക്കേണ്ട കാര്യമില്ല. അത് അവനും അവൻ്റെ കുടുംബവും മാത്രം അനുഭവിച്ചാൽ മതി. അന്നേരം പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്കും കാരണത്ത് പോണവർക്ക് അറിയണ്ട, ഇവിടെ ചൂടും കൊണ്ട് വെയിലും കൊണ്ടിരിക്കേണ്ട കാര്യം അറിയണ്ട. പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പം അതും കൂടെ നേരിടുമ്പോൾ ഒരുപാട് വഴിയോര കച്ചവടക്കാരുടെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇന്നും എല്ലാ ദിവസവും ഓരോരുത്തർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എന്തൊക്കെ ബിരിയാണി ഉണ്ട് ചേട്ടൻ്റെ? നമുക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് എന്ന് പറയുമ്പോൾ കോമളപുരം ലൂത സ്കൂളിൻ്റെ അടുത്താണ്. ഇവിടെ നമുക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പോകത്തുള്ളൂ. ബീഫ് ബിരിയാണി അധികം പേര് ചോദിക്കാറില്ല. പിന്നെ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഫുഡാണെങ്കിലും
അവർ പറയുന്ന ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇത് എവിടം വരെ ചെയ്ത് കൊടുക്കും? ഓൾ കേരള ആയിട്ടാണ്? നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് അൺലിമിറ്റഡ് എവിടെ വേണമെങ്കിലും പോയി ചെയ്ത് എവിടെ വേണമെങ്കിലും പോയി ചെയ്യും. അത് ഓരോരുത്തർ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ പോയി ചെയ്യും. അപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റ് കോമളപുരം. ഇത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോമളപുരം ലൂതർ സ്കൂളിൻ്റെ വടക്ക് വശം പടിഞ്ഞാറ് സൈഡ്. അപ്പോൾ ഇതുവഴി പോകുന്ന മാക്സിമം ചേട്ടൻ ഇതൊക്കെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ച്. ബിരിയാണിക്ക് എത്ര രൂപ വില? ഇത് നമുക്ക് ഒരു ബിരിയാണി ആകുമ്പോൾ 100 രൂപയും 1 കിലോ 1 kg ആകുമ്പോൾ 140 രൂപയാണ്. 1 kg എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 പേർക്ക് ഒരുവിധം നല്ലപോലെ കഴിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ ഉള്ളവരെ കാര്യം പറയുന്നത്. അതുകൊണ്ട് എനിക്ക് 1 കിലോ കൊണ്ടുവരുന്നത് പെട്ടെന്ന് തീരും.